തെള്ളകത്ത് പോലീസുകാരനെ ചവിട്ടിക്കൊന്ന കേസിലെ പ്രതി സംഭവത്തിന് മുമ്പുള്ള 12 മണിക്കൂറും ബാറിലായിരുന്നുവെന്ന് പോലീസ്. ഇവിടെ നിന്നും ലഹരിയുടെ മൂർധന്യത്തിൽ ഇറങ്ങി വന്നതിന് പിന്നാലെയായിരുന്നു തട്ടുകടയിലെ സംഘർഷവും കൊലപാതകവും. കോട്ടയം വെസ്റ്റ് സ്റ്റേഷനിലെ ഡ്രൈവറായിരുന്ന മാഞ്ഞൂർ തട്ടാംപറമ്പിൽ ശ്യാം പ്രസാദ് കൊല്ലപ്പെട്ട സംഭവത്തിൽ നടന്ന അന്വേഷണത്തിലാണ് പ്രതി പെരുമ്പായിക്കാട് ആനിക്കൽ ജിബിൻ ജോർജിന്റെ ലഹരി ഉപയോഗം പോലീസ് കണ്ടെത്തിയത്. ഞായറാഴ്ച രാവിലെ 11 മുതൽ ഇയാൾ സമീപത്തെ ബാറിൽ ഉണ്ടായിരുന്നതായാണ് വിവരം. ബ്രാൻഡിയും റമ്മും ബിയറും ഇടകലർത്തി പലതവണ കഴിച്ചു. കഞ്ചാവ് പോലുള്ള ലഹരിയും ഉപയോഗിച്ചിരുന്നതായി സൂചനയുണ്ട്. രാത്രി 11ഓടെ ഇവിടെ നിന്നും പുറത്തിറങ്ങി സമീപത്തെ തട്ടുകടയിലെത്തി. ഇയാളുടെ സുഹൃത്തായിരുന്ന പ്രകാശന്റെ തട്ടുകടയിലായിരുന്നു പിന്നീടുള്ള സമയം. ഈ സമയത്താണ് പ്രകാശനും സമീപത്തെ കടയിലെ ശാലിനിയും തമ്മിൽ തർക്കമുണ്ടാകുന്നതും യാദൃശ്ചികമായി ശ്യാം കടയിലെത്തുന്നതും കൊലപാതകത്തിൽ കലാശിക്കുന്നതും. 7 കേസുകളിൽ പ്രതിയായ ജിബിൻ ബാറിലെ നിത്യ സന്ദർശകനായിരുന്നുവെന്നും മദ്യപിക്കാനെത്തുന്നവരെ ഭീഷണിപ്പെടുത്തി പണം കൈക്കലാക്കി മദ്യപിക്കുമായിരുന്നുവെന്നും പോലീസ് അന്വേഷണത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇയാൾക്കൊപ്പം ഭൂരിഭാഗം സമയത്തും സുഹൃത്ത് വലയം ഉണ്ടായിരുന്നു. സംഭവത്തിന് മുമ്പും ഇയാൾക്കൊപ്പം 2 പേരുണ്ടായിരുന്നു. ഇവരിൽ ഒരാളെ വീട്ടിലാക്കാൻ അപരൻ ബൈക്കിൽ പോയപ്പോഴാണ് കൊലപാതകമെന്ന് പോലീസ് അന്വേഷണത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങേണ്ടതില്ലെന്നാണ് പോലീസ് നിഗമനം. 24 മണിക്കൂറിനകം തെളിവെടുപ്പ് പൂർത്തിയാക്കിയാണ് കോടതിയിൽ ഹാജരാക്കിയത്. പൂഴി നിറഞ്ഞ പ്രദേശമായതിനാൽ മഴ ഉൾപ്പെടെയുള്ള സാധ്യതയുള്ളതിനാലാണ് തെളിവെടുപ്പ് വേഗത്തിലാക്കിയത്. കൂടുതലായെങ്കിലും തെളിവുകൾ ആവശ്യമാണെങ്കിൽ മാത്രമേ വീണ്ടും കസ്റ്റഡി അപേക്ഷ നൽകൂ. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ചവിട്ടിന്റെ ആഘാതമാണ് മരണകാരണമെന്ന് കണ്ടെത്തിയതിനാൽ കൊലപാതക കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത്. കസ്റ്റഡി കാലാവധി പൂർത്തിയാക്കും മുമ്പേ കുറ്റപത്രം സമർപ്പിക്കാൻ കഴിയുമോ എന്ന ആലോചനയിലാണ് പോലീസ്. ഏറ്റുമാനൂർ SHO AS അൻസിലിന്റെ നേതൃത്വത്തിലാണ് കേസ് അന്വേഷണം.